ഹായ് ഹലോ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. മക്കളെ, നമ്മൾ 2021 നടത്തിയ LD പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കിക്കൊണ്ടിരുന്നത് അല്ലേ? ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് 117/21 എന്നായിരുന്നു. ഇനി നമ്മൾ ഇതിനകത്ത് ഒരു 30 ക്വസ്റ്റ്യനാണ് നോക്കിയത്. ഇനിയും ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. മക്കളെ, എന്തുകൊണ്ടാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഇത്ര കാര്യമായിട്ട് നോക്കുന്നതെന്ന് ചോദിച്ചാൽ, ഏതാകുന്ന പരീക്ഷയ്ക്ക് നമുക്ക് നല്ല നല്ല മാർക്കുകൾ വേണം എന്നാണെങ്കിൽ നമുക്ക് മാക്സിമം അറ്റൻഡ് ഉണ്ടാകണം. ഓക്കെ ആണോ? മാക്സിമം അറ്റൻഡ് ഉണ്ടാകണം. അതുപോലെ എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരം നമുക്ക് അറിഞ്ഞുകൂടാ എന്നാണെങ്കിലും നമുക്ക് അവിടെ ഒരു കാര്യം ഉറപ്പിക്കാൻ പറ്റണം. മിനിമം ആകുന്ന നെഗറ്റീവ് മാത്രമേ എനിക്കുള്ളൂ. ഈ രീതിയിൽ പഠിച്ച് നമുക്ക് പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചാൽ, അതായത് മാക്സിമം ക്വസ്റ്റ്യനുകൾ അറ്റൻഡ് ചെയ്യാനും പറ്റണം, മിനിമം നെഗറ്റീവ് മാത്രമായിരിക്കണം ആ ഒരു പരീക്ഷയിൽ ഉണ്ടാകുകയും ചെയ്യുന്നത്. ആ ഒരു രീതിയിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് ഉറപ്പായിട്ട് ലിസ്റ്റിനകത്ത് ഇടം പിടിക്കാനും നല്ല നല്ല റാങ്ക് നേടി നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ജോലിയിലേക്ക് വരാനും സാധിക്കും. അതിനെന്തായാലും ഒരു താങ്ങായിട്ട് പ്രീവിയസ് ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ടാകണം. ഓക്കെ അല്ലേ? ശരി, നമുക്കപ്പോൾ ബാക്കി ചോദ്യം നോക്കാം. 31ാമത്തെ ചോദ്യം നോക്കേടാ. എന്താ ചോദ്യത്തിനകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കേ മക്കളെ. ചോദ്യത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് കേരള സാമൂഹ്യ നീതി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന, കണ്ടോടാ, സാമൂഹ്യ നീതി വകുപ്പ്, കേരള സാമൂഹ്യ നീതി വകുപ്പ്, ആ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്നതായ ആശാഭവൻ, ആശാഭവനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ എന്നാ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട, എന്തെങ്കിലും ആകുന്ന ഒരു പർട്ടിക്കുലർ റീസൺ മാത്രമായിരിക്കും ഉണ്ടാകുക എന്തെങ്കിലും ആകുന്ന ഇങ്ങനെ ഒരു സംവിധാനം വരാൻ. ഓക്കെ അല്ലെ? ഒരു പർട്ടിക്കുലർ റീസണേ ഉള്ളൂ, ഒന്നിലധികം ആകുന്ന റീസൺസ് വരാൻ സാധ്യതകളില്ല. അപ്പോ നമുക്ക് കാണാൻ സാധിക്കും ഓപ്ഷനിനകത്ത് 1ഉം 4ഉം, 1 മാത്രം, 3 മാത്രം, 2ഉം 3ഉം, അതായത് ജോഡികളായിട്ടാ, അല്ലെങ്കിൽ ഒരെണ്ണം മാത്രമായിട്ട് എന്നുള്ള രീതിയിലാണ് വരിക. കണ്ടോ? അപ്പൊ തന്നെ ഏറെക്കുറെ ഒരു ധാരണയുണ്ടായി ഇതിനകത്ത് എല്ലാം ഒന്നും ശരിയല്ല, ഏതെങ്കിലും ഒരെണ്ണം അല്ലെങ്കിൽ രണ്ടെണ്ണം മാത്രമേ ശരിയാകാൻ സാധ്യതയുള്ളൂ. ഇതില് ഒന്ന് ആലോചിച്ച് നോക്കണം, ഈ കൂട്ടത്തിൽ നിന്ന് വ്യത്യസ്തനായി നിൽക്കുന്നവർ ആരാണ് എന്ന് മാത്രം നോക്കിയാൽ മതി. ഇതാണ്ട് അങ്ങനെ തന്നെയാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിനകത്തേക്ക് എത്താനുള്ള ഒരു വഴി. ഇത് നോക്കേ, മാനസിക ആരോഗ്യം ഭേദമായിട്ടും ആരും ശുശ്രൂഷിക്കുവാൻ ഇല്ലാത്ത നിരാലംബരായി കഴിയുന്നവർക്കുള്ളതാകുന്ന സ്ഥാപനമാണ് ആശാഭവൻ. അടുത്ത നോക്കേ, വയോജനങ്ങളെ പകൽ സമയങ്ങളിൽ പരിപാലിക്കുന്ന കേന്ദ്രം, അതിനെയാണ് ആശാഭവൻ എന്ന് പറയുന്നു. ഇതിൽ ഏത് ശരിയല്ലാത്തത് എന്ന് തിരിച്ചറിയണ്ടേ? അടുത്ത നോക്കേ, വൃദ്ധരും അംഗപരിമിതരുമാകുന്ന നിരാലംബരെ സംരക്ഷിക്കുന്നതിനുള്ള സ്ഥാപനം, അല്ലെങ്കിൽ വികലാംഗരെ സംരക്ഷിക്കുന്നതിനുള്ള സ്ഥാപനം. ശരിക്കും പറഞ്ഞാൽ ഈ 2, 4 ഇത് രണ്ടും കൂടെ ചേരുന്ന ഒരു ഓപ്ഷനാണ് 3 എന്ന് പറയുന്നത്. അതായത് വേണമെന്നാണെങ്കിൽ നമുക്ക് 1ഉം 3ഉം എന്നുള്ള രീതിയിൽ പരിഗണിക്കാം. കണ്ടോ? പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, ഒരൊറ്റപ്പെട്ട് നിൽക്കുന്ന സ്വഭാവമുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് 1 എന്ന് പറയുന്നത്. അതായത് മാനസികാരോഗ്യം എന്ന് പറയുമ്പോൾ ഒരു വ്യത്യസ്തമാകുന്ന ഒരു സാഹചര്യമാണ്. അപ്പോ അങ്ങനെയാകുന്ന സാഹചര്യത്തിൽ എന്തായാലും ഈ പറയുന്ന എന്താണ്, ഭേദമായി എന്ന് പറഞ്ഞാലും ആളുകൾക്ക് അങ്ങോട്ട് സ്വീകാര്യമല്ല. ഈ പറയുന്ന വയോജനങ്ങളെ കൊണ്ടുപോയി നിർത്താനാണെങ്കിലും വികലാംഗരാകുന്ന ആളുകളെ അവിടെ കൊണ്ടുപോയി നിർത്താനാണെങ്കിലും സാധാരണക്കാരൻ തയ്യാറാകത്തില്ല. കണ്ടോ? വേറിട്ട് നിൽക്കുന്ന ഒരു ഓപ്ഷനായിട്ട് ആ കൂട്ടത്തിൽ ആര് വന്നു? 1 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് വന്നു. അത് തന്നെയാണ് അവിടുത്തെ ശരിയാകുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത്. അതായത് ഓപ്ഷൻ സി 1 മാത്രം എന്നതാണ് അതിന്റെ ആൻസർ. കണ്ടോടാ? ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? എലിമിനേഷൻ മെത്തേഡ്, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് കോമൺ ലോജിക് മെത്തേഡ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. കേട്ടോ? ഈ മെത്തേഡ് പ്രകാരം ഈ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. വേറിട്ട് നിൽക്കുന്നവൻ, കേരള PSCക്ക് ഇങ്ങനെ കുറെ സാധ്യതകളുണ്ട് ചോദ്യത്തിന്റെ ഉത്തരത്തിനകത്തേക്ക് എത്താനേ. ശരി, അപ്പൊ നമ്മൾ പറഞ്ഞു കേരള സാമൂഹ്യ നീതി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ആശാഭവനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാ? മാനസികാരോഗ്യം ഭേദമായിട്ടും ആരും ശുശ്രൂഷിക്കുവാൻ ഇല്ലാത്ത നിരാലംബരായി കഴിയുന്നവർക്കുള്ള സ്ഥാപനമാണ് ആരെന്ന് പറയുന്നത്? ആശാഭവൻ. ഓക്കെ അല്ലെ? ആശാഭവൻ എന്ന് പറയുന്നത് നിരാലംബരായിട്ടുള്ള എന്ത്, മാനസികാരോഗ്യം ഭേദമായിട്ടും ആരും ശുശ്രൂഷിക്കുവാനില്ലാത്ത നിരാലംബരായി കഴിയുന്നവർക്കുള്ള സ്ഥാപനമാണ്. പഠിച്ചല്ലോ. അടുത്ത ചോദ്യം നോക്കേ. എടാ, ഇന്ത്യൻ ഭരണഘടനയിൽ വിശദീകരിക്കുന്ന ആർട്ടിക്കിൾ എന്തുമായി ബന്ധപ്പെട്ട് വിശദീകരണം നടത്തുന്ന? പൗരത്വം അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് എന്ന് പറയും. ഓക്കെ അല്ലെ? സിറ്റിസൺഷിപ്പ്. ഇന്ത്യയുടേതാകുന്ന പൗരനാകണം ഒരു വ്യക്തി എന്നാണെങ്കിൽ ഈ പറയുന്ന 5 മുതൽ 11 വരെയുള്ളതാകുന്ന കാര്യങ്ങൾ നോക്കണം എന്നതാ പറയുക. ഓക്കെ ആണോ? അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിലെ പൗരത്വവുമായി ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിളുകൾ 5 മുതൽ 11 വരെ. ഇന്ത്യയിൽ പൗരത്വവുമായി ബന്ധപ്പെട്ട് വരുന്ന ആർട്ടിക്കിളുകൾ എന്ന് പറയുന്നത് എവിടെ മുതൽ എവിടെ വരെ? 5 മുതൽ 11 വരെ. ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ പിടികിട്ടിയോ? അടുത്തതാകുന്ന ചോദ്യം നോക്കേടാ. അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആകുന്ന ഒരു ചോദ്യമാണ്. എന്തുകൊണ്ടത് ഇമ്പോർട്ടന്റ് ആയി എന്ന് ചോദിച്ചാൽ ആ ചോദ്യം ഒന്ന് നോക്കുമ്പോൾ മനസ്സിലാവും. ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ നോക്കിയതായ ചോദ്യ പേപ്പറിനകത്തും നമ്മൾ കേരള ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് പറയുന്ന ഒരു ടോപ്പിക് കണ്ടു. അതിനർത്ഥം എന്താ മക്കളെ? ഈ കേരള ദുരന്ത നിവാരണ അതോറിറ്റി അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആകുന്ന ഒരു ടോപ്പിക്കാ. ഒട്ടുമിക്ക പരീക്ഷയിലും ഈ ഒരു സാധനത്തിനെ നമുക്ക് ചോദ്യങ്ങളായി കാണാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം കൊണ്ട് നമ്മൾ ഇനി പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ടോപ്പിക്ക് കൂടി
നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പഠിക്കുന്നതിനകത്തേക്ക് കൊണ്ടുവരണം. അല്ലെങ്കിൽ ഒരു 10-15 ചോദ്യം പേപ്പറുകൾ കവർ ചെയ്താൽ മതി. അതിനകത്തുണ്ടാവും ഇതുമായിട്ട് ബന്ധപ്പെട്ട മാക്സിമം ചോദ്യങ്ങൾ. ഇവിടെ എന്താ ചോദിച്ചേക്കുന്നത്? മെമ്പർ അല്ലാത്തത് ആരാണ് ഈ കൂട്ടത്തിൽ ഈ പറയുന്ന കേരള ദുരന്ത നിവാരണ അതോറിറ്റിയിൽ? ഇവിടെ നമുക്ക് എന്ത് പഠിക്കാം? മെമ്പർ ആയ ആളുകളെ പഠിക്കാം. മക്കളെ, ഒന്നാമത് ദാണ്ടെ മുഖ്യമന്ത്രി ഒരു മെമ്പറാണ്. റവന്യൂ വകുപ്പ് മന്ത്രി എന്ന് പറയുന്ന ആളും എന്താണ്? ഒരു മെമ്പർ ആയിരിക്കും ഇതിനകത്ത്, കേട്ടോ. ഓക്കെ ആണോ? അപ്പോ നിലവില് ഇപ്പൊ നമുക്കറിയാലോ, ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആള് എന്ന് പറയുന്നത് ഇവിടെ ആരായിരിക്കും? ഇവിടെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആളായിരിക്കും മക്കളെ ഇവിടുത്തെ എന്താണ്? മുഖ്യമന്ത്രി, ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്ന ആളായിരിക്കും ഇവിടെ എന്ത് എന്ന് പറയുന്നത്? CHIEF എന്നാ അല്ലെ? CHIEF, ചീഫ് മിനിസ്റ്റർ ആയിരിക്കും മക്കളെ ഇവിടെ ആര് എന്ന് പറയുന്നത്? ചീഫ് മിനിസ്റ്റർ ആയിരിക്കും ഇവിടെ ആരെന്ന് പറയുന്നത്? ചീഫ് മിനിസ്റ്റർ ആണ് മക്കളെ ഇതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. ആരായിരിക്കും? ചെയർമാൻ എന്ന് പറയുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ ചീഫ് മിനിസ്റ്റർ. ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ ആരാണ്? പിണറായി വിജയൻ. അപ്പൊ അദ്ദേഹമാണ് എന്തെന്ന് പറയുന്നത്? ഇതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ വൈസ് ചെയർമാൻ ആരാണെന്നും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ അടുത്തിടയ്ക്ക് നടന്ന ഏതോ പരീക്ഷയിൽ ഈ ഒരു ചോദ്യം കണ്ടു. മക്കളെ, ഇതിന്റെ വൈസ് ചെയർമാൻ ആരാണ് എന്ന് ചോദിച്ചാൽ മിനിസ്റ്റർ ഓഫ് റവന്യൂ ആണ്, കേട്ടോ. ഈ നിലവിൽ ആരാണ് ഇതിന്റെ വൈസ് ചെയർമാൻ എന്ന് ചോദിച്ചാൽ മിനിസ്റ്റർ ഓഫ് റവന്യൂ, അതായത് റവന്യൂ വകുപ്പ് മന്ത്രിയാകുന്ന ആളാണ് എന്തെന്ന് പറയുന്നത്? ഇതിന്റെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത്. അതുപോലെ ആരോഗ്യ വകുപ്പ് മന്ത്രി എന്ന് പറയുന്ന ആളും ഇതിനകത്തുണ്ട്. ഇതിനകത്തൊരു മെമ്പറാണ് ആരെന്ന് പറയുന്നത്? ആരോഗ്യ വകുപ്പ് മന്ത്രിയല്ല, ആരോഗ്യ വകുപ്പ് മന്ത്രിയല്ല, കൃഷി വകുപ്പ് മന്ത്രിയും എന്താണ്? ഇതിനകത്തൊരു മെമ്പറാണ്. കൃഷി വകുപ്പ് മന്ത്രി എന്ന് പറയുന്നതും ഇതിനകത്ത് ഒരു മെമ്പറാണ്, അറിയാലോ. അപ്പൊ നിലവില് P പ്രസാദ്, ഓക്കെ അല്ലെ? ഇതിനകത്ത് ഒരു മെമ്പർ തന്നെയാണ് ആരെന്ന് പറയുന്നതും ഈ പറയുന്ന കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ്. അപ്പൊ റവന്യൂ വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് രാജൻ പ്രസാദ് ആണ് എന്തെന്ന് പറയുന്നത്? അഗ്രികൾച്ചറൽ മിനിസ്റ്റർ എന്ന് പറയുന്നത്. പിന്നെ വേറെ കുറെ മെമ്പർമാരുണ്ട്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആകുന്ന ആൾ എപ്പോഴും ചീഫ് സെക്രട്ടറി ആയിരിക്കും, കേട്ടോ. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആകുന്ന ആൾ എപ്പോഴും ആരായിരിക്കും? ഒരു IAS ഉദ്യോഗസ്ഥനാകുന്ന ചീഫ് സെക്രട്ടറി ആയിരിക്കും, കേട്ടോ. ആരായിരിക്കും? ചീഫ് സെക്രട്ടറി ആയിരിക്കും ഇതിനകത്ത് CEO എന്ന് പറയുന്നത്. നിലവിൽ ഇതിനകത്ത് ഞാൻ ഓൺലൈനിൽ നോക്കിയപ്പോൾ എനിക്കൊരു 8 മെമ്പേഴ്സ് എന്തോ ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത്. എന്റെ കൃത്യമായിട്ട് എനിക്കത് അറിയില്ല. എന്നാലും മെമ്പർമാരുടെ എണ്ണം എന്തായാലും ഒരു 8-9 വരെയൊക്കെ പോകാം എന്നുള്ളത് കണക്കാണ്. ഓക്കെ ആണോ? ശരി. അപ്പൊ നമ്മൾ പറഞ്ഞു താഴെ പറയുന്നതിൽ കേരള ദുരന്ത നിവാരണ അതോറിറ്റിയിൽ മെമ്പർ ആകുന്ന ആളുകൾ ആരൊക്കെയാ? മുഖ്യമന്ത്രി ഒരു മെമ്പറാ, റവന്യൂ വകുപ്പ് മന്ത്രി ഒരു മെമ്പറാ, കൃഷി വകുപ്പ് മന്ത്രി ഒരു മെമ്പറാ, അതിന്റെ ചീഫ് സെക്രട്ടറി ആകുന്ന ആളായിരിക്കും എന്ത്? കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ആകുന്ന ഒരു ആളായിരിക്കും ഇതിനകത്ത് CEO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത്. ഇനി വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് ചീഫ് മിനിസ്റ്റർ ആയിരിക്കും. അതുപോലെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് മന്ത്രി ആയിരിക്കും. ഇത്രയും കാര്യങ്ങളിൽ ഡൗട്ട് ഇല്ലല്ലോ. കൃത്യമാകുന്ന രീതിയിൽ കാര്യങ്ങളെ പിൻ പോയിന്റ് ചെയ്യാൻ പറ്റിയല്ലോ. അടുത്ത നമ്മുടെ 34ാമത്തെ ചോദ്യത്തിനകത്തേക്ക്. ഫെനത്തെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന സവിശേഷ സ്ഥലം ഏത് എന്നാണ്. ഫെനം എന്ന് പറയുന്ന സാധനമാണ്. ഫെനം എന്ന് പറയുന്നതാകുന്ന സാധനത്തിനെ ആവരണം ചെയ്ത് കാണുന്ന സവിശേഷ സ്ഥലം ഏത് എന്ന് ചോദിക്കുന്നു. അത് എന്തായിരിക്കും? ഫെനമാണ് അവിടെ കവർ ചെയ്യപ്പെടുന്നതെങ്കിൽ അത് ടോണോപ്ലാസ്റ്റ് എന്നാ പറയുക. എന്തായിരിക്കും അവിടെ? ടോണോപ്ലാസ്റ്റ് എന്നായിരിക്കും പറയുക. ഫെനം എന്ന് പറയുന്നതിനെ ആവരണം ചെയ്ത് കാണുന്ന സവിശേഷമായ സ്ഥലം എന്ന് പറയുന്നത് എന്താണ്? സവിശേഷ സ്ഥലം എന്ന് പറയുന്നത് ടോണോപ്ലാസ്റ്റ് ആണ്. സോ ഫെനത്തെ ആവരണം ചെയ്ത് കാണുന്ന സവിശേഷ സ്ഥലമാണ് ഏതെന്ന് പറയുന്നത്? ടോണോപ്ലാസ്റ്റ്. അടുത്ത 35ാമത്തെ ചോദ്യം നോക്കിയേ. താഴെ പറയുന്നവയിൽ ദഹനത്തിന് വിധേയരാകാത്ത പോഷക ഘടകം ഏത് എന്നാണ് ചോദിക്കുന്നത്. എന്താ പറഞ്ഞേക്കുന്നത്? ദഹനത്തിന് വിധേയം ആകാത്ത പോഷക ഘടകം. അപ്പോ നമുക്ക് ഇതിനകത്ത് ഏതോ ഒരാൾ ചോദ്യത്തിന്റെ ഉത്തരമായി വരുന്നുണ്ട്. നമുക്ക് അല്ലാത്ത ബാക്കി 3 പേരെയും മനസ്സിലാക്കണം. കാര്യം എന്താ? വിധേയമാകുന്നവർ ആ 3 പേരാണ്. അങ്ങനെയും ചോദ്യം വന്നൂടെ? ഓക്കെ. അപ്പൊ ആരാണ് എന്ന് നമുക്ക് നോക്കാമേ. ആരായിരിക്കും അവിടെ? ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ധാതുക്കൾ എന്ന് പറയുന്നവരാ. ഒരു കാരണവശാലും ദഹനത്തിന് വിധേയമാകാത്ത പോഷക ഘടകങ്ങളായി തുടരുന്നവന്മാരാണ് ആരെന്ന് പറയുന്നത്. ഒരു കാരണവശാലും ഇവർ എന്ത് ചെയ്യാറില്ല? ദഹനത്തിന് വിധേയമാകാറില്ല. ആരായിരിക്കും ആളുകൾ? ധാതുക്കളാണ്. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ പറയും പ്രോട്ടീൻ ദഹനത്തിന് വിധേയമാകും, കൊഴുപ്പ് ദഹനത്തിന് വിധേയമാകും, ധാന്യകം എന്ന് പറയുന്നതും എന്ത് ചെയ്യൂടാ? നമ്മുടെ ദഹനത്തിന് വിധേയമാകും. ഡൗട്ടുകൾ ഇല്ലല്ലോ. അപ്പൊ നമ്മൾ ഒന്നുകൂടെ പറയുന്നു. താഴെ പറയുന്നവയിൽ ദഹനത്തിന് വിധേയമാകാത്ത പോഷക ഘടകമാണ് ഏതെന്ന് പറയുന്നത്? ധാതുക്കൾ. എന്നാൽ വിധേയമാകുന്ന ഘടകമാണ് പ്രോട്ടീന്, കൊഴുപ്പ്, ധാന്യകം എന്ന് പറയുന്നത്. ഡൗട്ടൊന്നുമില്ലല്ലോ. അടുത്തതാകുന്ന ചോദ്യം നോക്കേ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരി ഉത്തരം തെരഞ്ഞെടുക്കുക എന്ന് മാത്രമേ അവർ പറയുന്നുള്ളൂ. ശരിയാകുന്ന ഉത്തരം തെരഞ്ഞെടുക്കാൻ മാത്രമേ പറയുന്നുള്ളൂ, അല്ലെ? ശരി, നമുക്കത് എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് വ്യക്തമായ ഒരു ധാരണയിൽ മുമ്പോട്ട് പോവാം. എത്രാമത്തെ ചോദ്യം?
36ാമത്തെ ചോദ്യം. ഇതാ നോക്കിയടാ, ഇതെന്താ പറയുന്നതെന്ന്. ക്രമഭംഗത്തിൽ മാതൃകോശം വിഭജിച്ച് 2 പുത്രികാ കോശങ്ങൾ രൂപപ്പെടുന്നു. ഓക്കെ ആണോ? ഇനി അടുത്തത് എന്താ? ക്രമഭംഗം ശരീരകോശങ്ങളിൽ വെച്ച് നടക്കുന്നു. ഇനി എന്താ? ഊനഭംഗം മാതൃകോശം വിഭജിച്ച് 2 പുത്രികാ കോശങ്ങൾ രൂപപ്പെടുന്നു. ഇനി ഊനഭംഗം ബീജകോശങ്ങളിൽ വെച്ച് നടക്കുന്നു. ഇങ്ങനെ 4 എണ്ണം ഉണ്ട്. ഇതിനകത്ത് ഏതോ 2 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ എല്ലാം ശരിയാണ് എന്നുള്ളത്. ദാണ്ടെ നോക്കിക്കോണേ. 1 2 3 2 3 4 1 2 4 1 2 3 4. അതായത് മിനിമം ഒരു 3 എണ്ണം അല്ലെങ്കിൽ എല്ലാം ശരി. ഇതിനകത്ത് ഏതോ ഒരെണ്ണം മിക്കവാറും തെറ്റുണ്ടാകാം, അല്ലെങ്കിൽ എല്ലാം ശരിയാകാം എന്നുള്ളതാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ മക്കളെ, ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. 1 2 4. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നതെന്നൊന്ന് ശ്രദ്ധിച്ചേ. ക്രമഭംഗം മാതൃകോശം വിഭജിച്ച് 2 പുത്രികാ കോശങ്ങൾ രൂപപ്പെടുന്നു. അപ്പോ എടാ, ഒരു മെയിൻ ആകുന്ന കോശം കാണും. ഈ കോശത്തിനകത്ത് നിന്ന് 2 ഡോട്ടർ സെല്ലുകൾ അല്ലെങ്കിൽ പുത്രികാ കോശങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് പറയുകയാണ്. ക്രമഭംഗത്തിൽ അങ്ങനെ നടക്കുന്നുണ്ട്. ഓക്കെ ആണോ? ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ക്രമഭംഗം ശരീരകോശങ്ങളിൽ വെച്ച് നടക്കുന്നു. ക്രമഭംഗം നടക്കുന്നത് ശരീരകോശത്തിൽ വെച്ച് തന്നെയാണ്. ശരീരകോശത്തിൽ വെച്ച് തന്നെയാണ് ക്രമഭംഗം നടക്കുന്നത്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഊനഭംഗം മാതൃകോശം വിഭജിച്ച് 2 പുത്രികാ കോശങ്ങൾ രൂപപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. അത് തെറ്റാണ്. 2 പുത്രികാ കോശങ്ങൾ എന്ത് ചെയ്യുന്നില്ല? ഊനഭംഗം വഴി എന്ത് ചെയ്യുന്നില്ല? മാതൃകോശം വിഭജിച്ച് 2 പുത്രികാ കോശങ്ങൾ എന്നുള്ളത് അവിടെ സംഭവിക്കുന്നില്ല. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഊനഭംഗം ബീജകോശങ്ങളിൽ വെച്ച് നടക്കുന്നു. ഊനഭംഗം നടക്കുന്നത് ബീജകോശങ്ങളിൽ വെച്ച് തന്നെയാണ്. ഓക്കെ ആണോ? ഊനഭംഗം നടക്കുന്നത് ബീജകോശങ്ങളിൽ വെച്ച് തന്നെയാണ്. അതായത് ഇത്രയും കാര്യമേ പറയുന്നുള്ളൂ. നമ്മൾ പറയുന്ന മൈറ്റോസിസ്, മിയോസിസ്. ഓക്കെ ആണോ? മൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ ക്രമഭംഗം. മിയോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊനഭംഗം. ഓക്കെ ആണോ? മൈറ്റോസിസ് എന്ന് പറയുന്നതിനകത്താണ് എന്ത് ചെയ്യുന്നത്? ഒരു സെല്ല് 2 സെല്ലുകളായി മാറുന്നത്. എന്നാൽ ഊനഭംഗത്തിൽ മാതൃകോശം വിഭജിച്ച് 2 പുത്രികാ കോശങ്ങൾ രൂപപ്പെടുന്നു എന്ന് പറയുന്നത് എന്താ മക്കളെ? തെറ്റാണ്. ഇനി എന്താ? ഊനഭംഗത്തിനകത്ത് എന്ത് സംഭവിക്കും? ഇത് ബീജകോശങ്ങളിൽ വെച്ചാണ് ബിയോസിസ് നടക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ധാരണയായോ? കൃത്യമാകുന്ന രീതിയിൽ പഠിക്കാൻ പറ്റിയോ? പറ്റി. ഇനി നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ളതാകുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഇതാ. ഇവിടെ 2 ആകുന്ന കോശങ്ങളാണ് രൂപപ്പെടുന്നത് എന്ന് അവര് പറയുന്നത് തെറ്റാണെന്ന് പറയുമ്പോൾ ശരിക്കും അവിടെ എത്ര എണ്ണം ഉണ്ട് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. 4 എണ്ണമാണ്. എത്രയാണ്? 4 അല്ലെങ്കിൽ 4 സെല്ലുകളാണ് അവിടെ ഉണ്ടാകുന്നത്. ഇനി നമുക്കറിയാം ക്രോമസോമിന്റെ എണ്ണം എന്ന് പറയുന്നത് മിയോസിസിനകത്ത് എന്തായിരിക്കും? എന്താണോ അത് അങ്ങനെ തന്നെയായിരിക്കും. ഇതിപ്പോ 2n കണ്ടീഷനിലായിരിക്കും എല്ലായ്പ്പോഴും കോശങ്ങളുടെ എണ്ണം. മിയോസിസ് എന്ന് പറയുമ്പോൾ 4 കോശങ്ങൾ ഉണ്ടാകുന്നു. ഓരോ കോശത്തിനകത്തുമുള്ള ക്രോമസോമിന്റെ എണ്ണം n എന്ന രീതിയിലായിരിക്കും. n എന്ന രീതിയിൽ വരുന്ന 4. അതായത് നമ്മൾ 2n ആകുന്ന കണ്ടീഷനിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഹാപ്ലോയിഡ് കണ്ടീഷൻ എന്നാണോ ഡിപ്ലോയിഡ് കണ്ടീഷൻ എന്നാണോ? അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആകുന്നത്. ആ ഒരു ചോദ്യം നിങ്ങൾ കൃത്യമാകുന്ന രീതിയിൽ തന്നെ മനസ്സിലാക്കി വെച്ചിരിക്കണം. അവിടെ ഹാപ്ലോയിഡ് എന്നാണോ ഡിപ്ലോയിഡ് എന്നാണോ പറയുക എന്നുള്ളത് നിങ്ങളൊന്ന് ഓർത്തു വെച്ചിരിക്കണം. അല്ലെങ്കിൽ ഹാഫ് ദ ഒറിജിനൽ എന്ന് പറഞ്ഞാലും മതി. ഇവിടെ ഇപ്പൊ 2n കണ്ടീഷനിലാണ് ഇതാ വരുന്നത്. ഇതിപ്പോ n കണ്ടീഷനിലാണ് വരുന്നത്. 2n കണ്ടീഷൻ ആണ് വരുന്നത് എന്നാണെങ്കിൽ അതിനെ ഡിപ്ലോയിഡ് കണ്ടീഷൻ എന്ന് വിളിക്കാൻ പറ്റും. ഇനി അത് n കണ്ടീഷൻ ആണെങ്കിൽ എന്താണ്? ഹാപ്ലോയിഡ്, പ്ലോയിഡിറ്റി എന്ന് പറയും കേട്ടോ. ഹാപ്ലോയിഡ് കണ്ടീഷൻ എന്ന് പറയാൻ പറ്റും. ഓക്കെ ആണോ? ഈ ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? അവിടെ നിന്ന് ഓർത്തു വെക്കുക. ചുരുക്കി പറഞ്ഞാൽ നമുക്കവിടെ എന്തൊക്കെയാണെന്നുള്ള ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്തേടാ. ആ ഒരു സാധനം നമുക്ക് കുറച്ചുകൂടെ കാര്യമായിട്ട് തന്നെ അതിനെ ഒന്ന് മനസ്സിലാക്കി കൊണ്ടുവരാം. എന്താ നമ്മൾ ഈ ഒരു ചോദ്യത്തിനകത്ത് പറഞ്ഞേ? ക്രമഭംഗം. എന്താ നമ്മൾ പറഞ്ഞേ? ക്രമഭംഗം എന്ന് പറഞ്ഞാൽ മിയോസിസ്. ഇവിടെ മാതൃകോശം വിഭജിച്ച് 2 പുത്രികാ കോശങ്ങൾ രൂപപ്പെടുന്നു എന്നാ പറയുന്നേ. ഇനി എന്താ? ഈ മൈറ്റോസിസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ക്രമഭംഗം എന്ന് പറയുന്നത് എന്തിനു സഹായിക്കുന്ന ആളാ? വളർച്ചയ്ക്ക് അല്ലെങ്കിൽ ഗ്രോത്തിന് സഹായിക്കുന്ന ഒരു ഫേസ് ആണ് ഈ പറയുന്ന മൈറ്റോസിസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി പറഞ്ഞു ക്രമഭംഗം ശരീരകോശങ്ങളിൽ വെച്ച് നടക്കുന്നു. ശരീരകോശങ്ങളിൽ വെച്ച് നടക്കുന്നത് കൊണ്ടാണ് അവിടെ ഗ്രോത്ത് എന്ന വാക്ക് ഞാൻ പറഞ്ഞത്, വളർച്ച എന്ന വാക്ക് പറഞ്ഞത്. ഇനി ഊനഭംഗം എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഊനഭംഗം എന്ന് പറഞ്ഞാൽ മിയോസിസ് എന്ന് പറയാം. മിയോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീജകോശങ്ങളുടെ ഉൽപാദനം സംബന്ധിച്ച കാര്യമാണ്.
ശരിയല്ലേ? ഇവിടെ മാതൃകോശം വിഭജിച്ച് 2 പുത്രികാകോശങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. മറിച്ച് 4 എണ്ണം ഉണ്ടാകുന്നുണ്ട്. ഇനി ഒരു കാര്യം കൂടി, മൈറ്റോസിസ് ആകുന്ന കണ്ടീഷൻ ആണ് വരുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പുത്രികാകോശങ്ങൾ എന്ന് പറയുന്നത് മാതൃകോശത്തിന്റെ അതേ രീതിയിൽ തന്നെ, അതായത് 2N ക്രോമസോമുകൾ അവിടെ ഉണ്ടെങ്കിൽ അതേ 2N ക്രോമസോമുകൾ ഓരോ പുത്രികാകോശങ്ങളിലും ഉണ്ടാകും. കണ്ടീഷനെ നമ്മൾ വിളിക്കുന്നത് ഡിപ്ലോയിഡ് എന്ന് വിളിക്കും. ഓക്കെ ആണോ? ഡിപ്ലോയിഡ് എന്ന് വിളിക്കും. അതേസമയം ഊനഭംഗത്തിലേക്ക് വരുമ്പോൾ മാതൃകോശം വിഭജിച്ച് 4 ഹാപ്ലോയിഡ് കോശങ്ങൾ ഉണ്ടാകും. എത്ര എണ്ണം? 4 ഹാപ്ലോയിഡ്. ഹാപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഉള്ളതാകുന്നത് എന്താണോ അതിന്റെ ശരിക്കുമാകുന്ന അല്ലെങ്കിൽ മാതൃകോശമാകുന്നതിനകത്തുള്ള പകുതി N എണ്ണം ക്രോമസോമുകളെ അവിടെ ഉണ്ടാവുള്ളൂ. ഓക്കെ അല്ലേ? അതാണ് ഊനഭംഗത്തിനകത്ത്. അതുകൊണ്ട് 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാ. 4ാമത്തെ നോക്കെ, ബീജകോശങ്ങളിൽ വെച്ച് നടക്കുന്നു. ശരിയാണ്. അതുകൊണ്ട് 1, 2, 4 ശരിയാകുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി നോക്കേടാ, കേരള സർക്കാരിന്റെ ദിശ എന്ന സംവിധാനത്തിനകത്തേക്കുള്ള ഹെൽപ്പ് ലൈൻ നമ്പർ എന്താണ്? ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാ മക്കളെ? ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ എന്ന് പറയുന്നത് ഏതാ? 1056. ഓക്കെ ആണോ? ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ എന്ന് പറയുന്നത് എന്താ? 1056. ഓക്കെ അല്ലെ? ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ എന്ന് പറഞ്ഞാൽ 1056. ഓക്കെ ആണോ? ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1056. ഓക്കെ അല്ലെ? 1056 പഠിച്ചോ. അപ്പൊ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ എന്ന് പറയുന്നത് 1056. ഓക്കെ അല്ലെ? അടുത്തതാകുന്ന നമ്മുടെ 38ാമത്തെ ചോദ്യം നോക്കേടാ. KSAP എന്ന് പറഞ്ഞാൽ എന്താണ്? KSAP KASP എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താടാ ഈ KASP എന്ന് പറഞ്ഞാല്? KASP എന്ന് പറഞ്ഞാൽ എന്താ? കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. കണ്ടോ? കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. പറഞ്ഞേടാ, എന്തെന്നാ പറഞ്ഞേ? കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. ഓക്കെ അല്ലെ? സുരക്ഷാ പദ്ധതി. ഓക്കെ ആണോ? അപ്പോ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ ചുരുക്കിയുള്ള പേരാണ് എന്തെന്ന് പറയുന്നത്? KASP. അപ്പൊ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് KASP എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി 39ാമത്തെ ചോദ്യം നോക്കേടാ. എടാ, പാപ്പ് സ്മിയർ ടെസ്റ്റ്. കണ്ടോ? പാപ്പ് സ്മിയർ ടെസ്റ്റ്. പാപ്പ് സ്മിയർ ടെസ്റ്റ് താഴെ പറയുന്നവയിൽ ഏത് ക്യാൻസർ തിരിച്ചറിയുവാനുള്ള പരിശോധനയാണ്? എടാ, പാപ്പ് സ്മിയർ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് തിരിച്ചറിയുവാനാണ്? ഒന്ന് നോക്കണ. ഗർഭാശയമുഖ അർബുദം. ഗർഭാശയമുഖ അർബുദവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഏതെന്ന് പറയുന്ന പാപ്പ് സ്മിയർ ടെസ്റ്റ്. അപ്പൊ സിംപിളി പരീക്ഷയ്ക്ക് ചോദിക്കാം, ഈ പാപ്പ് സ്മിയർ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമായി ബന്ധപ്പെടുന്നു? പാപ്പ് സ്മിയർ ടെസ്റ്റ് എന്ന് പറയുന്നത് ക്യാൻസർ പരിശോധനയുമായി ബന്ധപ്പെടുന്നു. അക്കൂട്ടത്തിൽ ഏതാകുന്ന ഇനം ക്യാൻസർ എന്ന് ചോദിച്ചാൽ ഗർഭാശയമുഖ അർബുദം അതുമായി ബന്ധപ്പെട്ടാണ് എന്ത് നടത്തുന്നത്? പാപ്പ് സ്മിയർ ടെസ്റ്റ് നടത്തുന്നത്. അടുത്ത 40ാമത്തെ ചോദ്യം നോക്കേടാ. 40ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വിഷൻ 2020. കണ്ടോടാ, വിഷൻ 2020 താഴെ പറയുന്നവയിൽ ഏത് അസുഖവുമായി ബന്ധപ്പെടുന്നു? വിഷൻ 2020 എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെടുന്നു എന്നാണ് ചോദ്യം. എന്തുമായിട്ടാ ബന്ധപ്പെടുന്നത്? കാണുമ്പോൾ തന്നെ അറിയാം. വിഷൻ എന്ന് പറയുമ്പോൾ കാഴ്ചയുമായിട്ട് ബന്ധപ്പെടുന്നതാകണമല്ലോ. ബ്ലൈൻഡ്നെസ്. ഓക്കെ ആണോ? ബ്ലൈൻഡ്നെസ്. അപ്പോ എന്താകുന്ന അസുഖവുമായി ബന്ധപ്പെടുന്നതാണ് വിഷൻ 2020 എന്ന് ചോദിച്ചാൽ ബ്ലൈൻഡ്നെസ്. അടുത്ത നോക്കേ, മലമ്പനിക്ക് കാരണമാകുന്ന സൂക്ഷ്മാണു ജീവി ഏത്? മലമ്പനിക്ക് കാരണമാകുന്നവന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? പ്രോട്ടോസോവ. മലമ്പനിക്ക് കാരണമാകുന്നവന്റെ പേരെന്താണ്? പ്രോട്ടോസോവ. ഓക്കെ അല്ലെ? മലമ്പനിക്ക് കാരണമാകുന്നവന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? അല്ലെങ്കിൽ മലേറിയക്ക് കാരണമാകുന്നവന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? നമ്മൾ പറയും എന്ത്? പ്രോട്ടോസോവ. പഠിക്കണേ. അടുത്തതാകുന്ന ചോദ്യത്തിനകത്തേക്ക് പോകാം. അടുത്തതാകുന്ന ചോദ്യം ഒന്ന് നോക്കേ. അടുത്തതാകുന്ന ചോദ്യം 40 എത്രാമത്തെ ചോദ്യം? 2ാമത്തെ ചോദ്യം. മകളെ, 42ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് അത്യാവശ്യം ഒന്ന് വായിക്കാനുണ്ട്. ഒന്ന് നോക്കേ. ദാണ്ടേ, ലോഹങ്ങളുടെ ക്രിയാശീല ശ്രേണി, അതായത് റിയാക്ടിവിറ്റി സീരീസ്. എന്താന്നാ പറഞ്ഞേ? റിയാക്ടിവിറ്റി സീരീസ് നോക്കണം. അതായത് ഒരു ലോഹം എന്ന് പറയുന്ന ആള് മറ്റൊരാളുമായി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഓർഡറിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു ലിസ്റ്റ് ഉണ്ട്. അതാണ് ക്രിയാശീല ശ്രേണി എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന എന്തെന്ന് കണ്ടെത്തുക.
തെറ്റ് കണ്ടെത്തിയാൽ മതി. ഓക്കെ ആണോ? ശരി, നോക്കേടാ. ക്രിയാശീല ശ്രേണിയിൽ മുകളിൽ നിന്ന് താഴേക്ക് വരും തോറും ലോഹങ്ങളുടെ ക്രിയാശീലം കൂടി വരുന്നു. ഓക്കെ ആണോ? ക്രിയാശീലം കൂടി വരുന്നു എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തന്നെ തെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലാകും. കാര്യം എന്താ? എടാ, മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോ റിയാക്ടിവിറ്റി എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? ഡിക്രീസ് ചെയ്യണം, അല്ലെങ്കിൽ കുറയണം. അതായത് ഏറ്റവും കൂടുതലാകുന്ന റിയാക്ടിവിറ്റി ഉള്ളവനെ ആദ്യം എഴുതും. അവിടെ നിന്ന് പതുക്കെ 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 റിയാക്ടിവിറ്റി കുറഞ്ഞു പോകുന്ന ഓരോ ആളുകൾ എന്ന രീതിയിലായിരിക്കും നമ്മൾ അവിടെ മാർക്ക് ചെയ്ത് വെക്കുക. അതായത് ബാക്കി മൂന്നും ഇനി ശരിയാണെന്നല്ലേ. ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഇതാണെങ്കിലും നമ്മൾ ബാക്കിയുള്ളവനെ കൂടി പഠിക്കണം. നോക്കേ, ക്രിയാശീലം കൂടിയ ലോഹങ്ങൾക്ക് ക്രിയാശീലം കുറഞ്ഞ ലോഹങ്ങളെ അവയുടെ ലവണ ലായനിയിൽ നിന്ന് ആദേശം ഡിസ്പ്ലേസ് ചെയ്യുവാൻ എന്നതിന്റെ അർത്ഥം കേട്ടോ. ഡിസ്പ്ലേസ് നീക്കം ചെയ്യാനുള്ള കഴിവുണ്ട്. ഓക്കെയാണോ? നീക്കം ചെയ്യാൻ കഴിയും. അതായത് ക്രിയാശീലം ഏറ്റവും കൂടുതലാകുന്ന ലോഹം ആരാണോ അവന് ക്രിയാശീലം കുറഞ്ഞതായ ലോഹങ്ങളെ അവയുടെ ലവണ ലായനിയിൽ നിന്ന് അവരുടേതാകുന്ന ലവണ ലായനിയിൽ നിന്ന് ആദേശം ചെയ്യുവാനുള്ള കഴിവുണ്ട്. മനസ്സിലാകുമല്ലോ? ഇത് ശരിയാകുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താ പറഞ്ഞേ? റിയാക്ടിവിറ്റി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലാകുന്ന ഒരു ലോഹത്തെ പരിഗണിക്കുക, റിയാക്ടിവിറ്റി ഏറ്റവും കുറഞ്ഞ ലോഹത്തെ പരിഗണിക്കുക. എപ്പോഴും എന്താ സംഭവിക്കുക? റിയാക്ടിവിറ്റി കൂടിയ ആള് റിയാക്ടിവിറ്റി കുറഞ്ഞ ആളിനെ അവൻ ഇരിക്കുന്ന സ്ഥാനത്ത് നിന്ന് എടുത്തു മാറ്റി റിയാക്ടിവിറ്റി കൂടിയവൻ എന്ത് ചെയ്യും? അവിടെ കയറിയിരിക്കും. ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ ആണോ? അടുത്തതാകുന്ന നോക്കേ, ക്രിയാശീല ശ്രേണിയിൽ ഹൈഡ്രജന് മുകളിലായി വരുന്ന ലോഹങ്ങൾക്ക് എന്താണ് പ്രത്യേകത? നേർപ്പിച്ച ആസിഡുമായി പ്രവർത്തിച്ച് ഹൈഡ്രജനെ ആദേശം ചെയ്യുവാൻ കഴിവുണ്ട്. കണ്ടോ? അവിടെ ഒരു കാര്യം എന്താ? ഇവിടെ ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഈ ഒന്നാമത്തെ ആളും കഴിഞ്ഞ് കുറെ എഴുതി വരുമ്പോൾ താഴെയാണ് എന്ത് ചെയ്യുന്നത്? ഹൈഡ്രജൻ എന്ന് പറയുന്ന ആള് കിടക്കുക. ഇനി പറയുന്നത് ഹൈഡ്രജൻ ആകുന്ന ആളിന്റെ മുകളിൽ വരുന്ന ബാക്കി എല്ലാ ആളുകൾക്കും എന്തിനുള്ള കഴിവുണ്ട്? എന്തിനുള്ള കഴിവുണ്ട്? ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്ത് മാറ്റാനുള്ള കഴിവുണ്ട്. എങ്ങനെയാകുന്ന കണ്ടീഷൻ എന്ന് അവർ പറയുന്നത്? നേർപ്പിച്ച ആസിഡുമായി പ്രവർത്തിപ്പിക്കുമ്പോൾ നേർപ്പിച്ച ആസിഡ് ഡൈല്യൂട്ട് ആസിഡിനകത്ത് എന്താ പറഞ്ഞ? ഡൈല്യൂട്ട് ആസിഡുകളാകുന്ന കണ്ടീഷനുകളിൽ എന്ത് ചെയ്യും? മുകളിൽ റിയാക്ടിവിറ്റി കൂടിയതാകുന്ന ആളുകളുണ്ടല്ലോ, ഏറ്റവും താഴെയാണല്ലോ ഹൈഡ്രജൻ. അതായത് ഹൈഡ്രജന് മുകളിലുള്ളതാകുന്ന റിയാക്ടിവിറ്റി കൂടിയ ലോഹങ്ങൾക്ക് ഹൈഡ്രജൻ ആകുന്ന ആളിനെ ആദേശം ചെയ്യാൻ അല്ലെങ്കിൽ ഡിസ്പ്ലേസ് ചെയ്യാൻ കഴിവുണ്ട്. എവിടെ? ഡൈല്യൂട്ട് ആസിഡുകളാകുന്ന കണ്ടീഷൻ മുഖാന്തരം അല്ലെങ്കിൽ നേർപ്പിച്ച ആസിഡുകളുമായി പ്രവർത്തിച്ചുകൊണ്ട് ഹൈഡ്രജൻ എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ? ഇനി നോക്കേ, ക്രിയാശീല, ഇത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. അടുത്ത നോക്കേ, ക്രിയാശീല ശ്രേണിയിൽ ഹൈഡ്രജന് താഴെ വരുന്ന ലോഹങ്ങൾ എന്തു ചെയ്യുമെന്ന് മക്കളെ അവിടെ പറഞ്ഞിരിക്കുന്നത്? താഴെ വരുന്ന ലോഹങ്ങൾ നേർപ്പിച്ച ആസിഡുമായി പ്രവർത്തിക്കുന്നു. എങ്ങനെ? ഹൈഡ്രജനുമായി. കണ്ടോ? ക്രിയാശീല ശ്രേണിയിൽ ഹൈഡ്രജന് താഴെയായി വരുന്ന ലോഹങ്ങൾ നേർപ്പിച്ച ആസിഡുമായി പ്രവർത്തിക്കാത്തവയാണ്. അതെന്താ അങ്ങനെ പറയാൻ കാര്യം? ഹൈഡ്രജന് താഴെ വരുന്ന ലോഹങ്ങൾക്ക് റിയാക്ടിവിറ്റി ഹൈഡ്രജനിനേക്കാൾ എന്താണ്? കുറവല്ലേ? ഹൈഡ്രജന് താഴെ വരുന്നവർക്ക് ഹൈഡ്രജനേക്കാൾ കുറവാകില്ലേ റിയാക്ടിവിറ്റി? മുകളിൽ നിന്ന് താഴെ വരുമ്പോൾ റിയാക്ടിവിറ്റി കൂടിയ ക്രമത്തിലല്ലേ എഴുതി വരുന്നത്. അപ്പോ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ഒരു റിയാക്ടിവിറ്റി കുറഞ്ഞല്ലേ വരേണ്ട. അപ്പോൾ ഹൈഡ്രജന് താഴെയുള്ളവർക്ക് ഒരു കാരണവശാലും ഹൈഡ്രജനെ നീക്കം ചെയ്യാൻ കഴിയില്ല. കാര്യം എന്താ? ഹൈഡ്രജന് റിയാക്ടിവിറ്റി കൂടുതലാണ്. ആയ കാരണം കൊണ്ട് നീക്കം ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാ. ഓക്കെ അല്ലേ? അപ്പൊ എന്തൊക്കെ പറഞ്ഞു? ക്രിയാശീലം കൂടിയ ആളിൽ നിന്ന് കുറഞ്ഞ ആളിലേക്കാണ് എഴുതുന്നത് റിയാക്ടിവിറ്റി സീരീസ്. ഇനി കൂടിയതാകുന്ന ആൾ ആർക്കാണോ അതേപോലെ തന്നെ ഏറ്റവും കുറവുള്ളവൻ ആരാണോ ഇവര് തങ്ങളിൽ എന്ത് ചെയ്യാം? നമുക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും റിയാക്ടിവിറ്റി കൂടിയ ആള് എന്ത് ചെയ്യും? ഒരു ലവണ ലായനി എടുക്കുമ്പോൾ ഈ എന്ത് ചെയ്യും? ഈ റിയാക്ടിവിറ്റി കുറഞ്ഞ ആളിനെ ഡിസ്പ്ലേസ് ചെയ്ത് കളയും. റിയാക്ടിവിറ്റി കൂടിയ ആള് കുറഞ്ഞ ആളിനെ എന്ത് ചെയ്ത് കളയും? ഡിസ്പ്ലേസ് ചെയ്ത് കളയും. എവിടെ? ലവണ ലായനി എടുത്തു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഹൈഡ്രജനെയാണ് പരിഗണിക്കുന്നത് എന്നുണ്ടെങ്കിൽ, നേർപ്പിച്ച ആസിഡ് ആണ് നമ്മൾ അവിടെ എടുക്കുന്നതെങ്കിൽ റിയാക്ടിവിറ്റി കൂടിയ ഹൈഡ്രജന് മുകളിലുള്ള ആളുകളെല്ലാം ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യും. ഹൈഡ്രജന് താഴെയുള്ള ആളുകൾക്ക് ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യാനുള്ള കഴിവില്ല. കാര്യം റിയാക്ടിവിറ്റി കുറവാണ്. ഇത്രയും ആകുന്ന കാര്യം അവിടെ നിന്ന് മനസ്സിലായോ? പരീക്ഷയ്ക്ക് മസ്റ്റായിട്ട് വരുന്ന ഒരു ഭാഗം തന്നെയാണ് ഇവൻ. കേട്ടോ? പിടികിട്ടിയോ? അടുത്തതാകുന്ന ചോദ്യം നോക്കിയാലോടാ. അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കിയടാ. വജ്രവുമായിട്ട് ബന്ധപ്പെട്ടാകുന്ന സാധനമാണ് പറഞ്ഞിരിക്കുന്നത്. താണ്ടെ നമുക്ക് നോക്കാം എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കാം. എത്രാമത്തെ ചോദ്യം? 43ാമത്തെ ചോദ്യം. കേട്ടോ? 43ാമത്തെ ചോദ്യത്തിനകത്ത് പറയുന്നത് വജ്രത്തെക്കുറിച്ചാണ്. വജ്രത്തെക്കുറിച്ച് ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏവ എന്ന ചോദ്യം. ശരിയായവ ഏവ എന്നാണ് ചോദ്യം. നോക്കേടാ. കാർബണിന്റെ ഏറ്റവും കാഠിന്യമുള്ള
രൂപാന്തരമാണ് എന്തെന്ന് പറയുന്നത് വജ്രം. അതായത് കാർബണിന്റെ ഒരു രൂപം മാത്രമാണ് വജ്രം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ശരിയാകുന്ന സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നമുക്ക് മനസ്സിലായി 1 എന്ന് പറയുന്ന ആളെന്ന് പറയുന്നത് എന്താണ്? ശരിയാണ് എന്ന് മനസ്സിലായി. ഇവിടെ അവർക്ക് വേണ്ടത് പ്രസ്താവനകളിൽ ശരിയായവ ഏതാണ് എന്നല്ലേ ചോദിക്കുന്നത്. ഓക്കെ അല്ലേടാ? ശരിയായവ ഏതാണ് എന്നല്ലേ ചോദിക്കുന്നത്. ആണ്. അപ്പൊ 1 വരുന്ന ആളുകൾ എവിടൊക്കെയുണ്ട് അവന്മാരെ മാത്രം മാർക്ക് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ 2 അങ്ങ് എലിമിനേറ്റ് ആയി പോയില്ലേടാ. ആയി. ഇനി എന്താ, നമുക്ക് ഒന്നുകിൽ 2 അല്ലെങ്കിൽ 3. ഈ പറയുന്ന 4-മനെ നോക്കേണ്ട കാര്യമില്ല. ഓട്ടോമാറ്റിക്കലി മനസ്സിലായി ഇവൻ തെറ്റാകുന്ന സ്റ്റേറ്റ്മെന്റ് തന്നെ. കാര്യം എന്താ, നമ്മുടെ കയ്യിലിരിക്കുന്ന 2 സ്റ്റേറ്റ്മെന്റുകളിൽ ഇവൻ വരുന്നില്ല. കണ്ടോടാ. ഇനി അടുത്തതാകുന്ന സാധനം നോക്കേ. വജ്രം എന്ന് പറയുന്ന ആ ആള് എന്താ ഇനി അവിടെ സംഭവിക്കുന്നത്? വജ്രത്തിന് ഒരു വൈദ്യുത ചാലകമാണ്. വജ്രം എന്ന് പറയുന്ന ആള് ഒരു വൈദ്യുത ചാലകമായിട്ട് എവിടെയെങ്കിലും ഉപയോഗിക്കുന്ന കണ്ടിട്ടുണ്ടോ മക്കളെ? ഇല്ല മക്കളെ, അത് തെറ്റാ. വജ്രത്തിനെ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു വൈദ്യുത ചാലകമായി ഉപയോഗിക്കാൻ പറ്റില്ല. എന്നാൽ ഗ്രാഫൈറ്റ് എന്ന് പറയുന്ന മറ്റൊരാളുണ്ട്, കാർബണിന്റെ മറ്റൊരു രൂപമാണ്. ഈ ഗ്രാഫൈറ്റ് എന്ന് പറയുന്ന ആളിനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ചാലകമായിട്ട്, വൈദ്യുത ചാലകമായിട്ട് അല്ലെങ്കിൽ കണ്ടക്ടറായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും മക്കളെ? കണ്ടക്ടറായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ അല്ലേ? ആയതുകൊണ്ട് തന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാ. അതുകൊണ്ട് ഓപ്ഷൻ എ ആകാൻ സാധ്യതയില്ല. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഇനി നോക്കേ, അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്? വജ്രത്തിന് ഉയർന്ന താപചാലകത ഉണ്ട്. ഉയർന്ന താപചാലകതയുണ്ട്. അത് വലിയ എന്താണ്, ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് ഒരുപക്ഷെ താപചാലകത കാണിക്കാം എന്നുള്ളതാ പറയുന്നത്. വജ്രത്തിന് ഉയർന്ന താപചാലകത, ഓക്കെ ആണോ? ചാലകതയുണ്ട്, ഹീറ്റ് കണ്ടക്ടിവിറ്റി. ഓക്കെ അല്ലേ? അപ്പോ നമ്മൾ പറയുന്നു കാർബണിന്റെ ഏറ്റവും കാഠിന്യമുള്ള രൂപമാണ് വജ്രം. എന്നാൽ വജ്രം എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല? ഒരു വൈദ്യുത ചാലകമല്ല. എന്നാൽ താപചാലകമാണ്. ഉയർന്ന താപചാലകത ഉള്ള ഒരാളാണ് വജ്രം എന്ന് പറയുന്നത്. ഇനി എന്താ പറഞ്ഞ? വജ്രത്തിന് താഴ്ന്ന അപവർത്തനാങ്കമാണ് ഉള്ളത് എന്ന് പറയുന്നത് എന്താണ്? എടാ, ഈ അപവർത്തനാങ്കം താഴ്ന്നതാണ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വജ്രത്തിന്റെ എത്രയാണ് അപവർത്തനാങ്കം എന്ന് ചോദിച്ചാൽ 1.25 ഇൻറ്റു 10⁸8 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ അല്ലേ? അപവർത്തനാങ്കം എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് ഇത് കൂടുതലാണോ എന്താ സോറി, കുറവാണോ കൂടുതലാണോ? സോറി, ഒരു അബദ്ധം പറ്റി. എടാ, ഈ 1.25 ഇൻറ്റു 10⁸8 എന്ന് പറഞ്ഞാലേ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഡയമണ്ട് ആണ് കേട്ടോ. ഒരു ഡയമണ്ട് ആകുന്ന സാധനത്തിനകത്തുകൂടി ഒരു പ്രകാശം കടന്നു പോകുമ്പോൾ അതിനെന്താകുന്ന വേഗത ഉണ്ടാകും അറിയാലോ. ഡെൻസിറ്റി ഏറ്റവും കൂടുതലാകുന്ന, ഡെൻസിറ്റി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലാകുന്ന ഒരു എന്താണ്, ഒരു വസ്തുവാണ് വജ്രം എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതലാകുന്ന ഡെൻസിറ്റി ഉള്ളതാകുന്ന വസ്തു എന്നതായതുകൊണ്ട് തന്നെ ഡയമണ്ടിനകത്തു കൂടി ഉള്ളതാകുന്ന 1.25 ഇൻറ്റു 10⁸8 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്ന വേഗത വളരെ വളരെ കുറവാകുന്ന വേഗതയാണ്. ഓക്കെ ആണോ? അതായത് ലൈറ്റിന്റെ ഏറ്റവും കുറഞ്ഞ വേഗത എവിടെയായിരിക്കുമെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതലാകുന്ന ഡെൻസിറ്റി ഉള്ള ഡയമണ്ടിനകത്തായിരിക്കും ആ വേഗത എന്ന് പറയുന്നത് 1.25 ഇൻറ്റു 10⁸8 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ഇനി നമ്മൾ പറഞ്ഞ കാര്യത്തിനകത്തേക്ക് വരാം. താഴ്ന്ന അപവർത്തനാങ്കം എന്ന് പറയുന്നത് മക്കളെ തെറ്റാ. വജ്രത്തിന്റെ അപവർത്തനാങ്കം എന്ന് പറയുന്നത് 2.42 ആണ്. ഓക്കെ ആണോ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡയമണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 2.42. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡയമണ്ട് എന്ന് പറയുന്നത് എത്രയാ മക്കളെ? 2.42. ഓക്കെ അല്ലേ? അപ്പോ നമ്മൾ പറഞ്ഞു 1ഉം 3ഉമാണ് ശരി. അടുത്ത നോക്കേടാ, മൂലകങ്ങളുടെ ആവർത്തന പട്ടികയും ഇലക്ട്രോൺ വിന്യാസവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത് എന്ന് കണ്ടുപിടിക്കേണ്ടത് ശരിയാകുന്നത് മാത്രം മതി. എന്താ പറഞ്ഞേക്കുന്ന? മൂലകങ്ങളുടെ ആവർത്തന പട്ടികയും ഇലക്ട്രോൺ വിന്യാസവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി. ഈ ആവർത്തന പട്ടിക എന്ന് പറഞ്ഞാൽ പീരിയോഡിക് ടേബിള്, അതുപോലെ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറയും. അതായത് ഇലക്ട്രോണുകളെ ഓരോ ഷെല്ലുകളിലും എങ്ങനെ അടുക്കി വെക്കുന്നു. ഓക്കെ അല്ലേ? ഇനി നോക്കേടാ, എന്തൊക്കെ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. 4 സ്റ്റേറ്റ്മെന്റുകൾ ഇവിടെ ഇപ്പൊ നോക്കേ. ഇവർക്ക് വേണ്ടത് ശരിയായവയാണ്. ഏതോ 2 മാത്രമേ എന്തുള്ളൂ? ശരിയുള്ളൂ. ബാക്കി 2 തെറ്റാണ്. മൊത്തം 4 സ്റ്റേറ്റ്മെന്റുകളും തന്നിട്ടുണ്ട്. ശരി, ആദ്യമേ ആ ഒരു ധാരണ ഉണ്ടാക്കുന്നു. നമ്മൾ ഇനി നോക്കുന്നു. എടാ, ഡി സബ്ഷെല്ലുകളിൽ പരമാവധി ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 10 അറിയാം. മൊത്തം സബ്ഷെല്ലുകൾ എന്ന് പറഞ്ഞാൽ SPDF. കണ്ടോ? ഇതില് എസിനകത്ത് 2, പിക്കകത്ത് 6, ഡിക്കകത്ത് 10, എഫിനകത്ത് 14. ഇങ്ങനെയാകുന്ന ക്രമത്തിലാണ് പരമാവധി ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളുക എന്നറിയാം. അതിൽ ഡിക്കകത്ത് 10 എന്ന് പറയുന്നത് ശരിയാണ്. അതുകൊണ്ട് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അങ്ങനെയാണ് എന്നാണെങ്കിൽ ഒന്ന് ഉൾപ്പെടുന്നവനെ ആരൊക്കെ ഉണ്ട് എന്ന് നോക്കേ. ഇത് 2. അതുകൊണ്ട് ഇവന്മാരും 2 പേരും തെറ്റാ. ഇനി ഇതിനകത്ത് നോക്കാം. ഒന്നുകിൽ 2 അല്ലെങ്കിൽ 3. 4 എന്ന് പറയുന്നവനെ നോക്കേണ്ട കാര്യം ഉണ്ടോ? ഒന്നാമത്തെ കാര്യം എന്താ? ഓപ്ഷനിനകത്ത് തന്നെ അവൻ ഇല്ലാത്തത് കൊണ്ട് ഓപ്ഷൻ 4 എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്.
നമ്മുടെ സ്റ്റേറ്റ്മെന്റ് 4 തെറ്റാ. ഇനി നമ്മൾ ആരെ മാത്രം നോക്കിയത്? 2ഉം 3ഉം മാത്രം നോക്കിയാൽ മതി. കണ്ടോ? ഇനി നോക്കിയാൽ എല്ലാ എസ് ബ്ലോക്ക് മൂലകങ്ങളും ലോഹങ്ങളാണ്. എല്ലാ ആളുകളും ലോഹങ്ങളാണ്. എല്ലാവരും ലോഹങ്ങളാണ് എന്ന് പറയുന്നത് ശരിയാണോ? മക്കളെ, എല്ലാവരും ലോഹങ്ങളാണ് എന്ന് പറയുന്നത് ശരിയാണോ? അവിടെ എല്ലാവരും ഒന്നും ലോഹങ്ങളായിട്ട് വരുവോടാ? ശരിയായവ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ അല്ല പറഞ്ഞിരിക്കുന്നത്. എല്ലാ എസ് ബ്ലോക്ക് മൂലകങ്ങളും ലോഹങ്ങളാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് എന്താണ് നമ്മുടെ എന്തായിരുന്നു എടാ, നമ്മള് ആൽക്കലി മെറ്റൽസ് എന്നുള്ള കാര്യം പറയാറുണ്ട്. ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് പറയാറുണ്ട്. എല്ലാത്തിനകത്തും മെറ്റൽസ് എന്നുള്ള വാക്ക് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ 2 എന്ന് പറയുന്നതും എന്താകാനുള്ള സാധ്യതയുള്ളൂ? ശരിയാകാനുള്ള സാധ്യതയുള്ളൂ. ഇനി ഡി ബ്ലോക്ക് മൂലകങ്ങളെ സംക്രമണ മൂലകങ്ങൾ എന്ന് വിളിക്കുന്നു. ഓക്കെ ആണോ? സംക്രമണ മൂലകങ്ങൾ. സംക്രമണ മൂലകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസിഷൻ എലമെന്റ്സ്. ഓക്കെ ആണോ? ട്രാൻസിഷൻ എലമെന്റ്സ്. ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിക്കുന്നു. ഓക്കെ അല്ലേ? ഇനി ഇവിടെ നമുക്ക് ട്രാൻസിഷൻ എലമെന്റ്സോ എന്ന് വിളിക്കാൻ പറ്റുമോ? പറ്റും. അപ്പൊ തന്നെ 3 സ്റ്റേറ്റ്മെന്റ് ആയി. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യനകത്ത് എന്തോ അപാകതയുണ്ട് എന്ന് തന്നെ നമുക്ക് അന്നേരം തോന്നും. ശരിയല്ലേ? ഇനി എന്താ ഇവിടെ സംഭവിച്ചതെന്നുള്ളത് നമുക്ക് നോക്കാവേ. എന്താ മക്കളെ അവിടെ സംഭവിച്ചേ? ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ നമ്മൾ അവിടെ പെട്ടു. എന്താണ് അവിടെ സംഭവിച്ചേ? അപ്പൊ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലായി. ഈ പറയുന്ന സംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെന്റ്സ് അല്ലെങ്കിൽ വൈവിധ്യങ്ങളാകുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റുകളിലുള്ള ആളുകൾ എന്നൊക്കെ പറയുന്നത് ഡി ബ്ലോക്ക് എലമെന്റ്സിനെ, അതൊക്കെ നമുക്ക് ഓക്കെയാണ്. പക്ഷെ ഇതെന്തായാലും 3 ആകാനേ സാധ്യതയുള്ളൂ. 1ഉം 3ഉം അപ്പോഴേ മാർക്ക് ചെയ്യും നമ്മൾ. എന്തുകൊണ്ട് എന്ന് ചോദ്യമില്ല. കാര്യം എന്താ? നമുക്ക് മനസ്സിലാവും എല്ലാ എസ് ബ്ലോക്ക് മൂലകങ്ങളും ലോഹങ്ങളാണ് എന്ന് പറയുന്നത് ശരിയാണെന്ന് നിങ്ങൾ വിചാരിക്കും. കാര്യം ആൽക്കലി മെറ്റൽ എന്നും ആൽക്കലൈൻ എർത്ത് മെറ്റൽ എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അങ്ങനെ വിചാരിക്കും. പക്ഷെ അത് തെറ്റാ. ഓക്കെ അല്ലേ? ഇനി അത് തെറ്റാണ് അല്ല എന്നുള്ളത് നിങ്ങൾ വകതിരിച്ച് നോക്കണ്ട. പക്ഷെ ആ 3ാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്ന സംക്രമണ മൂലകങ്ങൾ എന്ന് പറയുന്നത് കറക്റ്റ് അല്ലേ? അതുകൊണ്ട് 1ഉം 3ഉം, അതായത് 2ാമത്തെ സ്റ്റേറ്റ്മെന്റിന് എന്തോ പെശകുണ്ട്. ഓപ്ഷൻ ബി ആകാൻ വഴിയില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, എടാ, എസ് ബ്ലോക്ക് എലമെന്റ്സിനകത്ത് മെജോറിറ്റി എന്ന് പറയുന്നത് മെറ്റൽസ് ആണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതായത് ഹൈഡ്രജൻ ആകുന്ന ആളുണ്ട്, അതുപോലെ ഹീലിയം ആകുന്ന ആളുണ്ട്. ഇവർ രണ്ടുപേരും എന്താ മക്കളെ? നോൺ മെറ്റൽസാ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം അവിടെ എടുത്തു വന്നേക്കുന്നത്. കണ്ടോ? അപ്പോ നമുക്ക് ഉത്തരം അറിയില്ല എങ്കിലും ഉത്തരത്തിനകത്തേക്ക് എത്താനുള്ള വഴി നമുക്ക് എന്തുണ്ട്? അവിടെ ഉണ്ട്. ഓക്കെ അല്ലേ? ഇതും നമ്മുടെ കോമൺ ലോജിക് മെത്തേഡ് എന്ന് പറയുന്ന ഒരു രീതിയിൽ തന്നെയല്ലേ ആൻസർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഹൈഡ്രജൻ എന്ന് പറയുന്നതും ഹീലിയം എന്ന് പറയുന്നതും എസ് ബ്ലോക്കിനകത്ത് വരുന്ന നോൺ മെറ്റലുകളാകുന്ന 2 പേരാണ്. പഠിച്ചല്ലോ. അടുത്തതാകുന്ന ചോദ്യം നോക്കേടാ. അടുത്ത 45ാമത്തെ ചോദ്യം എന്താണ് പറയുന്നത്? ഇത് ആക്ച്വലി ഒരു കറണ്ട് അഫയർ ചോദ്യമാണ്. നമ്മളത് നോക്കണമെന്ന് നിർബന്ധം പറയുന്നില്ല. അവിടെ എന്നാലും നമുക്ക് ആ ചോദ്യത്തിന് ആൻസർ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് നോക്കിക്കളയാം. ഇവിടെ 2020 രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം 2 വനിതാ ശാസ്ത്രജ്ഞരായ ഇമാനുവൽ കാർപെന്റിയർ എന്ന് പറയുന്ന ഒരാൾക്കും ജെന്നിഫർ എ ഭൗട്ട്ന എന്ന് പറയുന്ന ഒരാൾക്കുമാണ് കിട്ടിയിട്ടുള്ളത്. ഈ പുരസ്കാരം ലഭിക്കാൻ സഹായിച്ച കണ്ടെത്തൽ അല്ലെങ്കിൽ നേട്ടം എന്ന് പറയുന്നത് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. എന്താണ് മക്കളെ അതിന്റെ നേട്ടം എന്ന് പറയുന്നത്? ഇതാണ് കേട്ടോ. ക്രിപ്സർ അല്ലെങ്കിൽ കാസ്9 കണ്ടോടാ. ജീൻ എഡിറ്റിംഗ് വിദ്യ വികസിപ്പിച്ചു എന്നതാണ് അതിന്റെ ഒരു പൊരുൾ. ഓക്കെ ആണോ? ജീൻ എഡിറ്റിംഗ് സംവിധാനത്തിനകത്ത് കൊണ്ടുവന്നതാകുന്ന ഒരു വിദ്യ, ഒരു കണ്ടെത്തൽ. ആ നേട്ടത്തിന് കിട്ടിയതാകുന്ന ഒരു ഉപഹാരമാണ് അല്ലെങ്കിൽ അതിന് കിട്ടിയ ഒരു ആദരവാണ് എന്തെന്ന് പറയുന്നത് 2020 രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം. അവരുടെ പേരെന്താന്നാ പറഞ്ഞേ? ഇമാനുവൽ കാർപെന്റിയർ എന്ന് പറയുന്ന ഒരു വനിതയുണ്ട്. അതുപോലെ തന്നെ ആരാണ്? ജെന്നിഫർ എ ഭൗട്ട്ന എന്ന് പറയുന്ന ഒരാളാണ് കേട്ടോ. ദൗട്ട്നാന്നോ ഭൗട്ട്നാന്നോ ഇതിപ്പോ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ? ഭൗട്ട്ന എന്നെന്താ ഇവിടെ ദൗട്ട്ന എന്നും എഴുതി വെച്ചേക്കുന്നത്. എന്ത് ചെയ്താൽ മതി? ഭൗട്ട്ന എന്നുള്ള രീതിയിൽ നോക്കിയാൽ മതി കേട്ടോ. അപ്പോ ഇമാനുവൽ കാർപെന്റിയർ അതുപോലെ ജെന്നിഫർ എ ഭൗട്ട്ന എന്ന് പറയുന്നവർക്ക് രസതന്ത്രത്തിനുള്ളതാകുന്ന നൊബേൽ ലഭിച്ചു. രസതന്ത്രത്തിനുള്ള ഈ നൊബേൽ ലഭിച്ചതിന്റെ കാരണം എന്ന് പറയുന്നത് ജീൻ എഡിറ്റ് സംവിധാനമാകുന്ന ക്രിസ്പർ അല്ലെങ്കിൽ കാസ്9 എന്ന സംവിധാനത്തെ കണ്ടുപിടിച്ചു എന്ന കാരണം കൊണ്ട് കിട്ടിയതാണ്. ഓക്കെ അല്ലേ? അപ്പോ 45 ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇനി 46ാമത്തെ ചോദ്യത്തിനകത്തേക്ക് വജ്രത്തിന്റെ കാഠിന്യമുള്ള ഒരു ഗ്ലാസ് ഒരു രാജ്യത്തെ ഗവേഷകർ വികസിപ്പിക്കുകയുണ്ടായി. AM3 കണ്ടോ എന്ന് പേര് നൽകിയിരിക്കുന്ന ഈ ഗ്ലാസ് ഏത് രാജ്യമാണ് വികസിപ്പിച്ചത് എന്നാണ് ചോദിക്കുന്നത്. മക്കളെ, AM3 എന്നാണ് സാധനത്തിന്റെ പേര്. AM3 മക്കളെ, ഈ AM3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വജ്രത്തിന്റെ കാഠിന്യമുള്ള ഒരു ഗ്ലാസ് ആണ്. ചോദ്യം ശ്രദ്ധിച്ചോ. വജ്രത്തിന്റെ കാഠിന്യം, അത്ര തന്നെ ഒരു കാഠിന്യമുള്ളതാകുന്ന ഒരു ഗ്ലാസ് ആണ്. ഇത് വികസിപ്പിച്ചത് ഏത് രാജ്യമാണ് എന്നാ ചോദിക്കുന്നത്. ആരാ മക്കളെ ഇത് വികസിപ്പിച്ചത്? ചൈനയാണ് വികസിപ്പിച്ചേക്കുന്നതാണോ? ആണ്. ചൈനയാണ് എന്ത് ചെയ്തിട്ടുള്ളത് മക്കളെ? ഇത് വികസിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പോ ഈ പറയുന്ന ഗ്ലാസ് വജ്രത്തിന്റെ അത്ര തന്നെ
തന്നെ കാഠിന്യമുള്ളതാകുന്ന AM3 എന്ന് പറയുന്ന ഗ്ലാസ് വികസിപ്പിച്ച രാജ്യം ഏതാ? ചൈന. അപ്പൊ ഒന്നുകൂടെ, വജ്രത്തിന്റെ കാഠിന്യമുള്ള ഒരു ഗ്ലാസ് ഒരു രാജ്യത്തെ ഗവേഷകർ വികസിപ്പിക്കുകയുണ്ടായി. ആ ഗ്ലാസിനെ വിളിച്ച പേരാണ് AM3 എന്ന് പറയുന്നത്. ഇത് വികസിപ്പിച്ചത് ഏത് രാജ്യമാണ് എന്ന് ചോദിച്ചാൽ ആരുടെ പേര്? ചൈന. ഓക്കെ അല്ലെ? അടുത്തതാകുന്ന ചോദ്യം നോക്കേടാ, 47ാമത്തെ ചോദ്യം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിനൊക്കെയാണ് മനുഷ്യന്റെ ശ്രവണ പരിധിയേക്കാൾ താഴ്ന്ന ആവൃത്തിയിലുള്ള ശബ്ദം ശ്രവിക്കുവാൻ കഴിയുക? അതായത് മനുഷ്യൻ കേൾക്കുന്നതിനേക്കാൾ ഫ്രീക്വൻസി കുറഞ്ഞ തരംഗങ്ങളെയും മനസ്സിലാക്കാൻ കഴിവുള്ളവൻ ആരാണ് എന്നാണ് ചോദ്യം. ആരായിരിക്കും മക്കളെ ഇതിന്റെ ആൻസർ ആയിട്ട് വരിക എന്ന് പറഞ്ഞേടാ? ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂട്ടത്തിനകത്ത് 2ഉം 3ഉം, പ്രാവ് അതുപോലെ തന്നെ ആന, ഇവർക്ക് രണ്ടുപേർക്കും ശ്രവണ പരിധി എന്ന് പറയുന്നത് എന്താണ്? കുറവാണ്. ഓക്കെയാണ്. ശ്രവണ പരിധി, കുറഞ്ഞ ശ്രവണ പരിധിയിലുള്ള മനുഷ്യനാകുന്നവർക്ക് ഉള്ളത് എന്താണോ അതിനേക്കാൾ കുറഞ്ഞ ശ്രവണ പരിധിയിലുള്ളതാകുന്ന താഴ്ന്ന ആവൃത്തിയിലുള്ള, മനുഷ്യന്റെ ശ്രവണ പരിധിയേക്കാൾ താഴ്ന്ന ആവൃത്തിയിലുള്ളതാകുന്ന ശബ്ദത്തെ ശ്രവിക്കാൻ കഴിയും. മനുഷ്യന്റെ റേഞ്ച് എത്രയാ? 20 ഹെഡ്സ് മുതൽ 20 കിലോ ഹെഡ്സ് വരെയല്ലേ? 20 ഹെഡ്സ് മുതൽ 20 കിലോ ഹെഡ്സ് വരെയുള്ളതാകുന്ന പരിധിയിലല്ലേ മനുഷ്യന് കേൾവിയുള്ളത്. ഇതിനേക്കാൾ താഴ്ന്നതാകുന്ന അവസ്ഥയിലുള്ള സാധനങ്ങളാണ് ആർക്ക് കേൾക്കാൻ പറ്റുന്നത്? പ്രാവിന് കേൾക്കാൻ പറ്റുന്നത്. അതുപോലെ ആർക്ക് കേൾക്കാൻ പറ്റുന്നത്? ആന എന്നിവയ്ക്ക് കേൾക്കാൻ പറ്റുന്നത്. ഇതിനേക്കാൾ കൂടുതലാകുന്ന കണ്ടീഷൻസിലായിരിക്കും ആര് വരിക? വവ്വാൽ, അതായത് നമ്മുടെ ബാറ്റ് വരും. അതുപോലെ തന്നെ പിന്നെ ആരുണ്ട്? നായ. ഓക്കെയാണോ? നായ. ഈ പറയുന്ന രണ്ടുപേർക്കും എന്താടാ പറ്റുന്നത്? മനുഷ്യന്റെ ശ്രവണ പരിധിയേക്കാൾ കൂടുതലാകുന്ന ആവൃത്തിയിലുള്ളതാകുന്ന ശ്രവണ പരിധിയിലുള്ളവ കേൾക്കാൻ സാധിക്കും. പ്രാവ്, ആന തുടങ്ങിയവയ്ക്ക് കുറഞ്ഞ ശ്രവണ പരിധിയിൽ, കുറഞ്ഞ ആവൃത്തിയിലുള്ള ശബ്ദങ്ങളെ ശ്രവിക്കുവാൻ കഴിയും. ഓക്കെ അല്ലേ? അടുത്തതാകുന്ന കാര്യത്തിനകത്തേക്ക് വാ. അതുകൊണ്ട് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി, 2ഉം 3ഉം ആണ് കേട്ടോ. അടുത്ത് നോക്കേടാ, 48ാമത്തെ ചോദ്യം നോക്കേ. ഒരു വസ്തുവിന്റെ താപനിലയുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയിൽ ശരിയായവ കണ്ടെത്തുക. താപനിലയുമായി ബന്ധപ്പെട്ടതിൽ ശരിയായവ ഏത് എന്നാണ് ചോദിക്കുന്നത്. ഇതാ നോക്കേടാ, ഒരു വസ്തുവിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജത്തിന്റെ അളവാണ് താപനില. എടാ, ആകെ ഗതികോർജത്തിന്റെ അളവ്, ഓക്കെയാണോ? ആകെയുള്ള ഗതികോർജത്തിന്റെ അളവാണ് ഒരു വസ്തുവിന്റെ താപനില എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ആ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ശരിയായവയാകുന്നത് എന്നാണ് കേട്ടോ. ശരിയായവയാകുന്നത് എന്നാണ് കേട്ടോ. ഇവിടെ ഒരു പ്രശ്നം എന്താണ്? ആകെ ഗതികോർജത്തിന്റെ അളവ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ഗതികോർജത്തിന്റെ ശരാശരിയായിരുന്നുവെങ്കിൽ ഇത് ശരിയായിരുന്നേനെ. ഓക്കെ അല്ലേ? ഇത് ശരാശരിയെ കുറിച്ചാണോ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? അല്ല. ഓക്കെ അല്ലേ? ശരാശരിയെ കുറിച്ചാണ്. ഇവിടെ ശരിയായവ ഏത് എന്നുള്ളത് മാത്രമാണ് നോക്കുന്നത്. ഇവിടെ ആകെ ഗതികോർജത്തിന്റെ അളവ് എന്നല്ല പറയേണ്ടത്. ആകെയുള്ള ഗതികോർജത്തിന്റെ ശരാശരിയാകുന്ന അളവിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? നമ്മൾ താപനില എന്ന് വിളിക്കുക. ശരാശരി എന്ന വാക്കില്ലാത്തത് കൊണ്ട് ഇത് തെറ്റായിപ്പോയി. അടുത്തത് എന്താ? ആവറേജ്. കേട്ടോ, അതാ ശരാശരിയുടെ ഇംഗ്ലീഷ്. അടുത്ത് നോക്കേ, ഒരു വസ്തുവിന്റെ തന്മാത്രകളുടെ ശരാശരി, കണ്ടോ, ആ വാക്ക് അവിടെ വന്നു. ഗതികോർജത്തിന്റെ അളവ് സൂചിപ്പിക്കുന്ന ആനുപാതിക സംഖ്യയാണ് അതിന്റെ താപനില. കണ്ടോ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ഒരേ കാര്യത്തിനെ കുറിച്ച്, പക്ഷെ ഒരു വാക്ക് അധികമുണ്ട്, കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുണ്ട് എന്ന് മാത്രം. അതുകൊണ്ട് ഈ രണ്ടെണ്ണത്തിൽ ഏതോ ഒന്ന് ശരിയാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാം. കണ്ടോ, അതുകൊണ്ട് 2 എന്ന് പറയുന്ന ആൾ ശരിയാണെന്ന് മനസ്സിലായി. അടുത്ത് നോക്കിയാൽ താപനിലയുടെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളാണ്. താപനില എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചറിന് കെൽവിനാ. ഈ SI യൂണിറ്റ് എന്ന് പറയുന്നത് ജൂള് ആകുന്നത് ആർക്കാണ്? ജൂള് എന്ന് പറയുന്നത് ആർക്കാണ് വരുന്നത്? ജൂൾ എന്ന് പറയുന്നത് ഹീറ്റ് എനർജിക്ക് വരുന്ന സാധനമാണ്. ഹീറ്റ് എനർജിക്ക് വരുന്ന ഊർജ്ജമാണ് ജൂള് പറയേണ്ടത്. ഇവിടെ താപനിലയാണ്. താപനില എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ മാത്രമേ ആകുന്നുള്ളൂ. ആയ കാരണം കൊണ്ട് മൂന്നാമത്തതും തെറ്റാണ്. അടുത്ത നോക്കേ, ഇനി ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം ഈ 2 പേര്, മിനിമം 2 പേര് അല്ലെങ്കിൽ 3 പേര് ശരിയാകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒന്നാമത്തതാകുന്നത് തന്നെ തെറ്റാണെന്ന് പറഞ്ഞപ്പോൾ ഇതങ്ങ് വെട്ടിപ്പോയി. ഇനി അവശേഷിക്കുന്നത് 2 മാത്രമേ ഉള്ളൂ. അതിൽ 3 ഉൾപ്പെടുന്നില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് 2ഉം 4ഉം ആയിരിക്കും ആൻസർ. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. പിടികിട്ടിയല്ലോ? പിടികിട്ടി. അടുത്തതാകുന്ന ചോദ്യത്തിനകത്തേക്ക് വാ. അടുത്തത് എത്രാമത്തെ ചോദ്യം? 49ാമത്തെ ചോദ്യം. എടാ, എന്താ ചോദ്യത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്? റിയർ വ്യൂ മിറർ എന്ന് പറഞ്ഞാൽ പുറകുവശം കാണുവാൻ വേണ്ടി വണ്ടികളുടെ ഫ്രണ്ടില് ഡ്രൈവറിന് കാണാൻ പാകത്തിന് വെച്ചിരിക്കുന്ന മിററുകളാണ്. അപ്പോൾ അവിടുത്തെ വക്രത ആരം എന്ന് പറയുന്നത് 12 മീറ്റർ ആണെങ്കിൽ അവിടുത്തെ ഫോക്കൽ ദൂരം എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നാണ് ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്. എന്തായിരിക്കും? എടാ, എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, വക്രതാ ദൂരം എന്ന് പറയുന്നത് സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയും കേട്ടോ. കർവേച്ചർ എന്ന് പറയും കേട്ടോ. സെന്റർ ഓഫ് കർവേച്ചർ, അതായത് സെന്റർ ഓഫ് കർവേച്ചർ ആകുന്നതായ ബിന്ദുവും ആ ഒരു മിററിനകത്തുള്ള പോൾ എന്ന് പറയുന്നതാകുന്ന ഒരു ഭാഗവുമായിട്ടുള്ള ദൂരമാണ് അവിടെ പറയുന്നത്.
പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ എന്താ അവർ തന്നിരിക്കുന്നത് വക്രത ആരമാണ്, അതായത് റേഡിയസ് ഓഫ് കർവേച്ചർ ആണ് തന്നിരിക്കുന്നത്. ഓക്കെ ആണോ? റേഡിയസ് ഓഫ് കർവേച്ചർ ആണ് തന്നിരിക്കുന്നത്. ആരം തന്നാൽ എപ്പോഴും ഫോക്കസ് എന്ന് പറയുന്നത് പകുതി ദൂരത്തിലായിരിക്കും വെച്ചിട്ടുണ്ടാകുക. 12ന്റെ പകുതി 6 മീറ്റർ ആയതുകൊണ്ട് ഉത്തരം എന്തായിരിക്കും? 6 മീറ്റർ എന്നായിരിക്കും വരിക. ഓക്കെ ആണോ? അതായത് നമുക്കിപ്പോ തരുന്നത് ആരമാണെങ്കിൽ അതിന്റെ പകുതി എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഫോക്കസ് കിട്ടും. അടുത്ത 50ാമത്തെ ചോദ്യം നോക്കിയേ. 2021 ഇന്ത്യയുടെ പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ അല്ലെങ്കിൽ PSLV എന്ന് പറയുന്നത് C-51 എന്താ വിക്ഷേപിച്ച ആമസോണിയ 1 എന്ന് പറയുന്ന ഉപഗ്രഹം ഏത് രാജ്യത്തിൻ്റെതാണ്? ആമസോണിയ 1 എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ആരായിരിക്കാം? ഈ കൂട്ടത്തിൽ കാനഡ, അതുപോലെ ബ്രിട്ടൻ, ബ്രസീൽ, ഫ്രാൻസ്. കൂടുതൽ സാധ്യതയും ആർക്ക് തന്നെ? ഒരു ആഫ്രിക്കൻ രാജ്യത്തിന് തന്നെ ആയിരിക്കും, അതായത് ബ്രസീലാണ് കേട്ടോ. അപ്പൊ 2021 ഇന്ത്യയുടെ പോളാർ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ പോയത് ഏതാണ്? PSLV C-51 ആണ് അന്ന് പോയത്. അതിനകത്ത് ഉണ്ടായിരുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? ആമസോണിയ എന്ന് പറയുന്നത് കേട്ടോ. ആരുടെ? ആമസോണിയ 1 എന്ന് പറയുന്നത്. പഠിച്ചോ? മൊത്തം എത്ര ചോദ്യങ്ങളായി മക്കളെ? നമ്മളിപ്പോ 50 ചോദ്യങ്ങളായി. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ മൊത്തത്തിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ നമ്മൾ ചെറിയ ചെറിയ ഭാഗങ്ങളാക്കിയാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. വളരെ കാര്യമാകുന്ന രീതിയിൽ തന്നെ ഇതൊന്ന് പഠിച്ചേക്കണേ. നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു, സമയമെടുത്ത് പഠിച്ചാൽ മതി. ഓക്കെ അല്ലേ? അടുത്ത വീഡിയോ ഉടനെ വരും.